ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ തുവ്വൂർ പഞ്ചായത്ത് ആമപ്പൊയിൽ, അതായത് ഏറാഞ്ചേരി എൻ്റെ അടുത്തുള്ള ആമപ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് രജിഷേനെ കാണാനാണ്. രജിഷയ്ക്ക് പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം. രജിഷയ്ക്ക് സെറിബൽ പാൾസിയാണ്. സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ നടക്കാനും ചെറിയൊരു ബുദ്ധിമുട്ടാണ്. ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തിട്ട് നടക്കാനിപ്പോൾ ഒരുപാട് ബെറ്ററാണ്. എത്രയും പെട്ടെന്ന് നല്ലൊരു വരനെ കണ്ടെത്താം. നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിക്കാം. വാ, ഇത് രജിഷേൻ്റെ അച്ഛനാണ്. അച്ഛാ നമസ്കാരം. രജിഷ, എന്തൊക്കെയാ? അപ്പോൾ ഇതാണ് കേട്ടോ രജിഷ. അത് നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ അച്ഛാ? അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അച്ഛാ, നിങ്ങൾക്ക് എത്ര മക്കളാ? ഇവളെ തന്നെ ഉള്ളൂ അല്ലേ? രജിഷയ്ക്ക് എത്ര വയസ്സായി? ഒരു 25 വയസ്സ്. 25 വയസ്സല്ലേ? ഓക്കെ, സെറിബൽ പാൾസി ആണല്ലേ? അപ്പോൾ നടക്കാൻ ആദ്യം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ ഫിസിയോതെറാപ്പി ചെയ്ത് ഇപ്പം റെഡി ആയില്ലേ? രജിഷ എന്തൊക്കെയാ? എന്നിട്ട് രജിഷ എത്ര വരെയാ പഠിച്ചേ? +2 വരെയാ? എവിടെയായിരുന്നു? ഇപ്പൊ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നുണ്ടാ? അപ്പോൾ ഓക്കെ, സംസാരിക്കുമ്പോൾ ചെറിയൊരു പിന്നെ നമുക്ക് പറയുന്നൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, പക്ഷെ നമ്മളങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കണം, അങ്ങനെ മനസ്സിലാവും. അതെ. അതുപോലെ ഓള് നടന്നിട്ടോളെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് തന്നെല്ലാം ചെയ്യൂലേ? പിന്നോള് എങ്ങനെ വേറെ ടാബ്ലറ്റ് കുടിക്കുന്നൊന്നും ഇല്ലല്ലോ? വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? അപസ്മാരം അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ, ഈ സെറിബൽ പാൾസിന്റെ ഈ ഒരു ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പൊ കൈക്ക് ഒരു ബലക്കുറവുണ്ട് അല്ലേ? വലത്തെ കൈയാണല്ലേ? അപ്പോ രജിഷ ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടാ. നമുക്ക് രജിഷയ്ക്ക് പറ്റിയ നല്ലൊരു വരനെ കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നല്ല ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടാ. അപ്പോൾ ഓള് പിന്നെ ഇടത് കൈയാണ് ഓക്ക് ബലം അല്ലേ? അപ്പോൾ ഓളെല്ലാ കാര്യങ്ങളും ഇടത് കൈ കൊണ്ട് തന്നെയാണ് അവളെ പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുക. വലത് കൈക്ക് ചെറിയൊരു ബലക്കുറവുണ്ട്. പിന്നെ ഓവർ വെയിറ്റ് ഒന്നും അങ്ങനെ തൂക്കി പിടിക്കാൻ പറ്റൂല. അതെ. ദൂരം പ്രശ്നമുണ്ടോ? ദൂരം മലപ്പുറം ജില്ലേന്റെ ഉള്ളിൽ മാത്രം മതിയോ? മതി. നമുക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന അങ്ങനെ വന്ന് കിട്ടുന്ന ഒരാളെ ആളെയാണ് വേണ്ടത്. നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കുന്നത് ഇവരുടെ നിങ്ങളെ തറവാട് വീടാണോ? നിങ്ങളെ ഭാര്യ വീടാണ് ഇത്. ഇവരുടെ വീട് നമ്മൾ പറഞ്ഞ ആമപ്പൊയിൽ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് കേട്ടോ. അപ്പൊ അങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളെയാണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പൊ മലപ്പുറം ജില്ലേന്റെ ഉള്ളിൽ നിന്ന് തന്നെ മാക്സിമം നല്ലൊരു ആലോചന വരട്ടെ. പിന്നെ തൊട്ടടുത്തുള്ള ജില്ല ആണെങ്കിലും നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. 25 വയസ്സാണ് ഒക്കെ. അത് നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാം? ഒരു 30 വരന്റെ വയസ്സ്, ഒരു 30 വയസ്സ്, 30-32 വരെയൊക്കെ നോക്കിയിട്ട് ചെയ്യാം അല്ലേ? മാക്സിമം ആ ഒരു വയസ്സ് വരെയൊക്കെ നമുക്ക് നോക്കാം. പിന്നെ രജിഷ എന്താ പറയാനുള്ള, എങ്ങനെയുള്ള ഒരു ചെക്കനെയാ വേണ്ടേ? അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ രജിഷേനെ നല്ലോണം നോക്കുന്ന നല്ല ഒരു ഹസ്ബൻഡിനെ നമുക്ക് വേണം. ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് നമുക്ക് പറ്റിയ പെൺകുട്ടികളുണ്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരുടെ വീഡിയോസ് ഇടുന്നത്. ഇവർക്ക് ചെറിയ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും, പക്ഷേ ഇപ്പോൾ രജിഷേൻ്റെ ഒരു കാര്യത്തിൽ അവൾക്ക് പിന്നെ അതാണ് ഇപ്പോൾ കൈയിൻ്റെ ഇപ്പോൾ സെറിബൽ പാൾസി എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു ശരീരം മൊത്തത്തിലുള്ള ഒരു ബലക്കുറവാണ് ഈ സെറിബൽ പാൾസി എന്ന് പറയുന്നത്. പക്ഷെ എങ്കിൽ ഓളുടെ കാര്യങ്ങളൊക്കെ ഓൾ ഒറ്റയ്ക്ക് ചെയ്യുകയും ചെയ്യും. ഓള് നടന്നിട്ട് ഓളെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഈ വിറയൽ പോലെ നോക്കില്ല ഉണ്ടോ? കൈക്കൊരു ബലം പിടിക്കും പോലെ കൈക്കൊരു വിറയലുണ്ടോ? ഒരു കൊളുത്തി പിടിക്കലാ? ഒരു ബലം പിടിക്കും, കുറച്ചേ ഉള്ളൂ അല്ലേ? ഒരു ബലം പിടിച്ച പോലെ അല്ലേ? മോക്ക് പിന്നെ തീരെ ഒന്നും എടുക്കാൻ പറ്റായി അല്ലല്ലോ കൈക്ക്? അടിച്ചു വാരും തുടക്കും എന്നൊക്കെയാ പറഞ്ഞല്ലേ? അപ്പൊ വീട്ടുകാര്യങ്ങളൊക്കെ ഓളെ കൊണ്ടാകുന്ന രീതിയിൽ അവള് ചെയ്യാറുണ്ട്. പിന്നെ കുക്കിങ്ങിലേക്ക് അങ്ങനെ ഇറങ്ങിയില്ല എന്നാ പറഞ്ഞേ. അതൊക്കെ നമുക്ക് ട്രെയിൻ ചെയ്താൽ പഠിച്ചെടുക്കാം കേട്ടാ. അതൊന്നും പ്രശ്നമില്ല. രജിഷേന്റെ ഇപ്പൊ ഒരു ജീവിതമൊക്കെ ആകുമ്പോൾ അതൊക്കെ മെല്ലെ മെല്ലെ റെഡി ആയിക്കോളും. അപ്പോൾ നല്ലൊരാൾ വരിക എന്നുള്ളതാണല്ലോ അല്ലേ? അതെ. അപ്പോൾ അച്ഛന് വേറെന്താ പറയാനുള്ള? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇവരുടെ കല്യാണം എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മളിപ്പോൾ വീഡിയോ കണ്ടാൽ വിളിക്കും. പല തരത്തിലുള്ള ആൾക്കാരായിരിക്കും
വിളിക്കുന്ന എല്ലാവരും നല്ലവരായിരിക്കണം എന്നൊന്നും ഇല്ല, നല്ലപോലെ നമ്മൾ അന്വേഷിക്കണം. അവരുടെ നാട്ടിലും എത്ര ദിവസം എടുത്തിട്ടാണെങ്കിലും അന്വേഷിച്ചിട്ട് നല്ലൊരാളെ കണ്ടെത്തണം കേട്ടോ. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു വിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ അന്വേഷിച്ച് നല്ലൊരാളെ കണ്ടെത്തണം കേട്ടോ. അമ്മ, ഇത് രജിഷാന്റെ അമ്മമ്മയാണല്ലേ, അമ്മേന്റെ അമ്മയല്ലേ? ആ, രജിഷനെ പറ്റി എന്താ പറയാനുള്ളത്? ഓള് ഒന്നും ചെയ്യൂലില്ല. ഇപ്പൊ തെറാപ്പി ചെയ്തിട്ടാണ് ഓള് ഇങ്ങനെ ആയത്. തെറാപ്പിക്കിന്റെ മുമ്പ് ഒക്കെ എല്ലാത്തിനും ബുദ്ധിമുട്ടായിരുന്നു. എല്ലാത്തിനും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ തെറാപ്പി ചെയ്ത് എല്ലാം ഓള് അടിക്കലും തുടക്കലും പാത്രം കഴുകലും ഒക്കെ തുടങ്ങി. അടുക്കളയൊക്കെ ആക്കിയിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യൂല്ലേ? അതെ അതെ. അപ്പൊ അത്രയും സ്മാർട്ടായിട്ടുള്ള ഒരു മോള് തന്നെയാണ് കേട്ടോ. അപ്പൊ പറ്റിയ ഒരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ അല്ലേ? നല്ലതാണെന്നുള്ളൂ. തീർച്ചയായും അത് തന്നെ, അത് തന്നെ. അതെ, ഞങ്ങളെന്നും ഉണ്ടാവൂലല്ലോ. തീർച്ചയായും അത് തന്നെ, അത് തന്നെ. ഓളെ മനസ്സിലാക്കുന്ന ഒരാൾ തന്നെ ആവട്ടെ. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാട്ടോ വീഡിയോ. രൈഷ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറുണ്ടാ? അപ്പൊ പിന്നെ സ്കൂളിൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നാ? എക്സാം ഒക്കെ ഒറ്റയ്ക്ക് എഴുതിയാണോ അതോ സ്ക്രൈബ് ആണോ? സ്ക്രൈബ് എഴുതിയാണ് അല്ലേ? +2. അതിനുശേഷം വേറൊന്നും പഠിക്കാനൊന്നും പിന്നെ നോക്കിയില്ല അല്ലേ? അതെ. അച്ഛനെന്താ ജോലി ചെയ്യുന്നേ? കൂലിപ്പണിയാണ് അല്ലേ? അപ്പോ വേറെ നമുക്കൊന്നും പറയാനില്ലല്ലോ. പ്രത്യേകിച്ചൊന്നും ഇല്ല അല്ലേ? അതെ. അപ്പോൾ നമ്മളെ സാമ്പത്തിക സ്ഥിതി അങ്ങനെയൊന്നും കണ്ടുവരുന്ന ആളെയല്ല നമുക്ക് വേണ്ടത്. പറഞ്ഞല്ലോ, ഒരു അങ്ങനെ കൂലിപ്പണി എഴുതിയിട്ട് അന്നന്ന് കഴിയുന്ന അങ്ങനെയുള്ള ഒരു ഫാമിലി തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങളോട് എടുത്തു പറയുന്നത് നമുക്കൊക്കെ മനസ്സിലാക്കി വരുന്ന ഒരാളേ വേണ്ടുള്ളൂ. പിന്നെ കല്യാണത്തിന് ശേഷം നമ്മൾ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയരുത്. ഓരോ ബുദ്ധിമുട്ടുകളും ഈ വീഡിയോയിലൂടെ പരിമിതമായ കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഡയറക്റ്റ് അന്വേഷിക്കണം. എത്ര സമയം എടുത്തിട്ടാണെങ്കിലും അന്വേഷിച്ച് പഠിച്ച് ബോധ്യപ്പെട്ടിട്ട് മാത്രം കല്യാണമായിട്ട് മുമ്പോട്ട് വരണം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണം. കല്യാണത്തിന് മുമ്പ് എത്ര വേണമെങ്കിലും നമുക്ക് അന്വേഷിക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ആലോചന രജിഷയ്ക്ക് വരട്ടെ. രജിഷ എന്നാ പോട്ടെ. അച്ഛാ ആയിക്കോട്ടെ, ഇത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ. ഓക്കെ, ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, രജിഷേൻ്റെ അച്ഛനും പിന്നെ അമ്മമ്മയും ഒക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന നമുക്ക് വരണം. സെറിബ്രൽ പാൾസിയാണ് അവളെ ബുദ്ധിമുട്ട്. +2 വരെ പഠിച്ചിട്ടുണ്ട്. സ്ക്രൈബാണ് എക്സാമൊക്കെ എഴുതിയത്. അപ്പോൾ അവൾക്ക് അങ്ങനെ ബുദ്ധിപരമായ വിഷയമോ സ്ഥിരമായിട്ട് ഗുളിക ഓടിക്കുകയോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും അല്ല. അവൾക്ക് ഈ സെറിബ്രൽ പാൾസിൻ്റെ ഭാഗമായിട്ടുള്ള സംസാരിക്കാനൊക്കെ പറ്റും, പക്ഷേ ഒരു ചെറിയൊരു വ്യക്തത കുറവ്. പിന്നെ വലത് കൈക്ക് ഒരു ബലക്കുറവ്. ഇടത് കൈ കൊണ്ട് അവൾ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഈ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൾ നടക്കുന്ന നിങ്ങൾ കണ്ടല്ലോ. നടക്കാനും അവളെ സ്വന്തം കാര്യം ചെയ്യാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും നോക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡിയാണ് എഫക്റ്റ് ചെയ്യുക ചിലർ. അപ്പോൾ പല കാറ്റഗറി ഉണ്ട് സെറിബ്രൽ പാൾസിയിൽ. അപ്പോൾ ഒക്കെ മൊത്തത്തിൽ ശരീരത്തിന് മൊത്തം ഒരു ബലക്കുറവ് അങ്ങനെയുള്ള ഇതുണ്ടല്ലോ. പക്ഷെ എന്ന് വിചാരിച്ച് ഓവറായിട്ടും ഇല്ല. അവളെല്ലാത്തിനും സ്മാർട്ടാണ്, എല്ലാം ചെയ്യും. ഇവിടുത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അതും ചെയ്യും. പക്ഷേ അവളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഓരോ ചെറിയ കാര്യങ്ങൾ പോലും തുറന്നു പറയുന്നത്. അപ്പോൾ കൂടുതൽ അറിയേണ്ടവർ തീർച്ചയായിട്ടും ഫോൺ വിളിച്ചും വന്നിട്ടും ഒക്കെ അന്വേഷിക്കുക. പരിപൂർണ്ണ സമ്മതത്തോടു കൂടെ മാത്രമേ നിങ്ങൾ കല്യാണ ആലോചനയായിട്ട് വരാവുള്ളൂ കേട്ടോ. ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ഒന്നും പറയരുത്. മാക്സിമം അല്ല, അന്വേഷിച്ചിട്ട് മാക്സിമം വരിക. അനാവശ്യമായിട്ട് ആരും വിളിക്കരുത്. നമ്മൾ ഓരോ മക്കളുടെയും വീഡിയോ ചെയ്യുന്നത് അവർ സന്തോഷമായിട്ട് കല്യാണം കഴിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ആരും ബുദ്ധിമുട്ടിലാവാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ട് ഒരു വിളിക്കുമ്പോൾ നല്ലൊരു കോളാണ് ഒരിക്കലും മിസ്സാകുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. കൂടുതലായിട്ടൊന്നുമില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് കാണാം.